ഇനി നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡിൽ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഓൾ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെയിലുകളെല്ലാം ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും മെയിൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാൻ ശേഷം നമുക്ക് മെയിലാണെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യാം. അതുപോലെ വെബ്സൈറ്റിൻ്റെ ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാനായിട്ടാണെങ്കിൽ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു കോൺടാക്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതായത് ലോഗിൻ ചെയ്യുന്നവർ ഇപ്പോൾ ഞാനാണ് എൻ്റെ മെയിൽ ത്രൂ ലോഗിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കോൺടാക്റ്റ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ ബാക്കി എന്താണ് 4,000 അപ്പോൾ നമുക്ക് എന്താണ് മൊത്തം 5,000 ആണ് വരുന്നത്. അപ്പോൾ ഒഴിച്ച് ബാക്കി നമുക്ക് ഇനിയും ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിലേക്കെല്ലാം നമുക്ക് എന്താണ് മെയിലുകൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാനേ പറ്റും. ഓക്കെ, അപ്പം ക്രിയേറ്റ് ന്യൂ പറഞ്ഞതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഈ മെയിൽ ആണെങ്കിൽ മെയിൽ നമുക്ക് ഇവിടുത്തെ മെയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യാം, വെബ്സൈറ്റ് ചെയ്യാം. വെബ്സൈറ്റിനകത്ത് നമുക്ക് ലാൻഡിംഗ് പേജ് ആണെങ്കിൽ വെബ്സൈറ്റിനകത്ത് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാൻഡിംഗ് പേജിന് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിംഗ് പേജ് നമുക്ക് ചെയ്തിട്ട് ആ ലാൻഡിംഗ് പേജ് നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ലാൻഡിംഗ് പേജ് അവരുടെ മെയിലിലേക്ക് നമുക്ക് എന്താണ് സെൻഡ് ചെയ്യാനും പറ്റും. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ലാൻഡിംഗ് പേജ് കൊടുക്കുന്നു, ലാൻഡിംഗ് പേജിന് നെയിം കൊടുക്കുന്നു. അതിനുശേഷം ബിഗിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതായത് ഞാനിവിടെ കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ ബിഗിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ലാൻഡിംഗ് പേജിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് അവരുടെ മെയിലിലേക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലീഡ് ജനറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ലീഡ് ജനറേഷനുള്ള ഒരു ടെംപ്ലേറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. സോ ഇത് നമുക്ക് ചൂസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിംഗ് പേജ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ബിൽഡ് ചെയ്ത് എടുക്കാനും പറ്റും. സോ വളരെയധികം നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ വീണ്ടും ഞാൻ മെയിൽ ചിമ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇനി ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി നമുക്ക് ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഇനി നമുക്ക്, അതായത് നമുക്ക് ഇവിടുന്ന് ഓഡിയൻസിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് സൈൻ അപ്പ് ഫോമുകൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഫോം ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. അതായത് നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു ഫോം നമുക്ക് ബിൽഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഫോം നമുക്ക് ഉള്ള വെബ്സൈറ്റ്, അതായത് വേർഡ്പ്രസ്സിൻ്റെ വെബ്സൈറ്റിൽ കൊണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സൈൻ അപ്പ് ഫോമിൽ ക്ലിക്ക് ചെയ്യണം. സൈൻ അപ്പ് ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് കണ്ടോ, ഇവിടെ നമുക്ക് പോപ്പ് ഫോം കിട്ടും. അതായത് വെബ്സൈറ്റിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് കുറച്ച് കഴിയുമ്പോഴത്തേന് എന്താ ഒരു ഫോം നമുക്ക് എന്താ ഷോ ചെയ്ത് കാണിച്ചു തരും. ഇങ്ങനെ സെൻട്രലായിട്ടോ ഒക്കെ നമുക്ക് എന്താ ഷോ ചെയ്ത് കാണിച്ച് നമ്മൾ പോപ്പ് ഫോം എന്നാണ് പറയുന്നത്. അത് നമുക്ക് സൈനപ്പ് ചെയ്യാം. അത് നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ലീഡ് കളക്ട് ചെയ്യാം. അല്ലാതെ തന്നെ ഈ ഫോം ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എംബഡഡ് ഫോം ഉണ്ട്, കോൺടാക്ട് ഫോം ഉണ്ട്. അങ്ങനെ ധാരാളം ഫോമിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. സോ ഇവിടെ നമുക്ക് ഫോം ബിൽഡ് ചെയ്തതിന് ശേഷം അവിടെ നമുക്കൊരു കോഡ് കിട്ടും. നമ്മൾ ഷോർട്ട് കോഡ് എന്ന് പറഞ്ഞാൽ വേറെ കോഡ് കിട്ടും. ആ കോഡ് നമ്മൾ വേർഡ്പ്രസ് എലമെൻറ്ററിൻ്റെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന അവിടെ കൊണ്ട് നമ്മൾ ഷോർട്ട് കോഡിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ ആ ഒരു ഫോം അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ചെയ്യുന്ന ആ ഒരു ഫോം നമുക്ക് അവിടെ കൊണ്ട് ആ കോഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കത് ഷോ ചെയ്ത് കാണിച്ചു തരും. സോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇനി അവിടെ ആ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് വരുന്നത് ഈ ഓഡിയൻസിൻ്റെ അവിടെ, ഓൾ കോൺടാക്ട്സിൻ്റെ അവിടെ ആയിരിക്കും. നമുക്കതിൻ്റെ അവിടെ ഫോം ഫില്ല് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഓൾറെഡി ഞാൻ എന്താ സൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു മെയിലിൻ്റെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഫോം ആരൊക്കെയാണ് ഫോം ഫില്ല് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫോം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മെയിലുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാം. ഒരു ഫോം നമുക്ക് ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലോഗോയുടെ ഇഷ്യൂ വരത്തില്ല. അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലാൻഡിംഗ് പേജൊക്കെ നമുക്ക് പലയിടത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ത്രൂ നമുക്ക് ലീഡുകൾ കളക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്ക് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഓട്ടോമേഷൻ നമുക്കിവിടെ ജേർണി കിട്ടും. കസ്റ്റമറിൻ്റെ ജേർണി എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണമെന്നുള്ളത് കുറേ പ്രീ ബിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. അത് നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം.
പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ വരുന്ന ലീഡുകൾ നമുക്ക് സാപ്പിയർ എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെയിൽ ചിമ്പിലേക്ക് കൊണ്ടുവരാം. അവിടെ നിന്നും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വീണ്ടും അവരുടെ മെയിലിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കസ്റ്റമർ ജേർണി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെയിലുകൾ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിൻ്റെ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇത് പെയ്ഡ് ആക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ജേർണികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റുകൾ നമുക്ക് കിട്ടും. അതുപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങളിത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക.